Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon. Good afternoon, ma'am. ഫുഡൊക്കെ കഴിച്ചോ? Thank you, ma'am. നാളെ ന്യൂ ഇയർ അല്ലേ? നാളെ ക്ലാസ് ഉണ്ടാവോ? നാളെ ക്ലാസ് ഉണ്ടാവോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വരും കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. നമ്മളിനി മറ്റന്നാള് അടുത്ത കൊല്ലം കാണുള്ളല്ലേ? അങ്ങനെയല്ലേ പറയാ നമ്മള്? ദിവസം പറയും അടുത്ത കൊല്ലം കാണാന്ന് പറയും അല്ലേ? ഹാപ്പി ന്യൂ ഇയർ. സമയത്ത് ന്യൂ ഇയർ പരിപാടികൾ ഓക്കെ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. Thank you, miss. Happy New Year. നല്ലൊരു വർഷം ആയിരിക്കട്ടെ. എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു വർഷത്തിൽ കേട്ടോ. Thank you, miss. നല്ലൊരു വർഷമായിക്കോട്ടെ അല്ലെ? സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പുതുവർഷം. Thank you, miss. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ ക്ലാസ്സില് പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ ആരെങ്കിലും? പേജ് നമ്പർ എന്റെ PDF-ല് പേജ് നമ്പർ കാണില്ല. ഇത് ബുക്സ് ഇല്ലാത്തവർക്ക് PDF കൊടുക്കുന്നുണ്ട് പറഞ്ഞു. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ബുക്കില്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞോ? PDF കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെയർ ചെയ്യുന്നതാണോ? മാഡം, ബുക്ക് ഇല്ലാത്തവർക്ക് PDF നല്ല പറഞ്ഞ. ഇപ്പൊ പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ വിസ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് അയക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് PDF അയക്കുമെന്നാ പറഞ്ഞു. ആണോ? അതിനെന്താ ചെയ്യണ്ടേ? സലീന പുറത്താണോ? അതെ, ഒമാനിലാണ്. അതെല്ലേ. ടെക്സ്റ്റിന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ട്. അതിലവർക്ക് വിസയുടെ കോപ്പി വെച്ചിട്ട് അയച്ചാൽ മതി. പ്രസീത മിസ്സിന്റെ ആണോ? പ്രസീത പ്രസീത എന്നല്ല, വേറൊരു നമ്പർ ആയിരുന്നു തോന്നുന്നു. ഞാൻ നോക്കിട്ട് പറയാം. അതെല്ലേ. ഇയാളുടെ പേരെന്തായിരുന്നു പറയുന്ന? എന്റെ പേര് അന്ന. ഞാനും പുറത്തേക്ക് പോകാനായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ടെക്സ്റ്റ് വാങ്ങണോന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ഇങ്ങനെയാ പറഞ്ഞു. ആണോ? ഒന്ന് ആ നമ്പർ ഒന്ന് ഷെയർ ചെയ്യോ എന്നാല്? ചെയ്തേക്കാം. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? ടെക്സ്റ്റ് ഉള്ളവര് വായിച്ചു നോക്കിയോ? ഇനി എത്ര പേർക്ക് ടെക്സ്റ്റ് കിട്ടാനുണ്ട്? എല്ലാവർക്കും കിട്ടിയോ? മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈസി അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ ഞാൻ മൈക്ക് ഓഫ് ആക്കുവാണ് കേട്ടോ. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയ ഭാഗം ഓണർഷിപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ഓണർഷിപ്പിനെ കുറിച്ചിട്ടാണ്. അതിൽ നമ്മള് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പറഞ്ഞു, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പറഞ്ഞു, മുനിസിപ്പൽ ഹോസ്പിറ്റൽ പറഞ്ഞു, അതുപോലെ തന്നെ PSU ഹോസ്പിറ്റൽ പറഞ്ഞു. ഓക്കെ, അവിടെ വരെയല്ലേ നിർത്തിയത്? PSU ഹോസ്പിറ്റൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വകാര്യ ആശുപത്രികൾ അല്ലെ? സ്വകാര്യ ആശുപത്രികളെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ. അതായത് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തി അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലുകളാണെന്ന്
പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഓക്കെ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെയോ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മള് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയാം. അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ 4 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഫോർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ പ്രോഫിറ്റ്? പ്രോഫിറ്റ് എന്താ? മലയാളം മീനിങ് എന്താ പ്രോഫിറ്റിന്റെ? ലാഭം അല്ലേ? അതായത് ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ. പ്രോഫിറ്റ് ഹോസ്പിറ്റൽ, പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ലാഭത്തിനായുള്ള സ്വകാര്യ ആശുപത്രികൾ. അപ്പൊ അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ദ ബിസിനസ് പർപ്പസ്. എന്തെങ്കിലും ഒരു ബിസിനസ് പർപ്പസ് ആണ് ഉണ്ടാവുക. അതായത് അവർക്ക് വേണ്ടത് പണം മാത്രമാണ്. പണം കൊടുത്തു കഴിഞ്ഞാലും അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് ലഭിക്കും. പണത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ, ഒരു ബിസിനസ് ടൈപ്പ് അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ആണെന്ത്? ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഓക്കെ, ഇവിടെ നമുക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക? ചികിത്സ ലഭിക്കുക. എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും നമ്മൾ ക്യാഷ് കൊടുക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാഷ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, രണ്ടാമത്തെന്ന് പറഞ്ഞാല് ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ്. ഹോസ്പിറ്റൽ ദാറ്റ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ ഇൻ പാർട്ട്ണർഷിപ്പ്. രണ്ടാമത്തെ തരം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ ബേസിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണ്. അതായത് ഒന്നിലധികം വ്യക്തികളോ അല്ലെങ്കിൽ എന്താ പറയാ ഒന്നിലധികം സ്ഥാപനങ്ങളോ അതിന്റെയൊക്കെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലുകളെയാണ് ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ ആദ്യത്തെ പോലെ ഒരു വ്യക്തിയല്ല എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തി മാത്രമല്ല ഇത് അതിന്റെ ഉടമസ്ഥാവകാശം വരുന്നത്, മറിച്ച് ഒന്നിൽ കൂടുതൽ വ്യക്തികൾക്ക് എന്ത് വരാം, ഇതിന്റെ ഉടമസ്ഥാവകാശം വരാം. അതിനെയാണ് ഇൻഡിവിജ്വൽ പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തേതാണ് ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ മൂന്നാമത്തത് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ആണ്. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ പ്രൈവറ്റ് കമ്പനി. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ഹോസ്പിറ്റലുകളെയാണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന അവരുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകളാണെന്ത്? കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. ഫോർ എക്സാമ്പിൾ ടാറ്റയുടെ ഹോസ്പിറ്റൽ ഉണ്ട്, ബിർളയുടെ ഹോസ്പിറ്റൽ ഉണ്ട്. ഇതൊക്കെ ഒരു കമ്പനിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, then next one and last, not for profit hospital. Hospitals owned by NGO, charitable organization that do not have a business purpose connected with it. Okay, not for profit hospital എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം പറഞ്ഞ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പോ നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ, ലാഭത്തിന് വേണ്ടിയിട്ടാണോ ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്? ആണോ? അല്ല, ഇവിടെ ലാഭമല്ല ഉദ്ദേശം കേട്ടോ. ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഇതിന്റെ ഓണറായിട്ട് വരുന്നത് ഒന്നില്ലെങ്കിൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആകാം, അല്ലെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആവാം. ഓക്കെ, ഇതിനൊരു ബിസിനസ് പർപ്പസ് ഇല്ല, ലാഭത്തിനല്ല ഈ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാല് വളരെ ചുരുങ്ങിയ എമൗണ്ടില് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ചെലവില് എന്ത് ചെയ്യാം, ഈ ഹോസ്പിറ്റലിൽ നിന്ന് സർവീസ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ ആദ്യം കണ്ട ഹോസ്പിറ്റലിനേക്കാളും വിപരീതമായിട്ടാണ്, ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടില് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ചികിത്സ ലഭ്യമാണ്. ഓക്കെ, അപ്പൊ അതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആകാം, അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആവാം. അപ്പൊ അതിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ വരുന്നത്. ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഇളവുകൾ കിട്ടും. ലാബ് ടെസ്റ്റിനോ അല്ലെങ്കിൽ എന്താ പറയാ മരുന്നുകൾക്കോ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പലതരത്തിലുള്ള ഇളവുകളും ഡിസ്കൗണ്ടുകളും മറ്റുമൊക്കെ ഇവിടെ നിന്നാണ് ലഭിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ പ്രൈവറ്റ് ഹോസ്പിറ്റല്?
ഓക്കെ അല്ലേ? അടുത്തത് നിങ്ങൾ റീഡ് ചെയ്തോളൂ കേട്ടോ. സിസ്റ്റം ഓഫ് മെഡിസിൻ ഒന്ന് റീഡ് ചെയ്തോളൂ. സിസ്റ്റം ഓഫ് മെഡിസിൻ. ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വായിക്കാൻ പറയുന്നത്. Okay. System of medicine നോക്കാം. In the modern world, allopathy is mainly used as a system of medicine. However, in India, Ayurveda, homeopathy, and Unani are also acknowledged system of medicine and preferred by many people. Depending upon their prevalent system of medicine, hospitals can be classified as homeopathy hospital, Ayurveda hospital, or Unani hospital. Even though such hospitals are few in numbers, there is an increasing interest of people in availing treatment of this system of medicine. Okay. നമ്മുടെ മോഡേൺ വേൾഡില് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാല് മെഡിസിൻ, അതായത് മെഡിസിൻ എന്താണോ, മെഡിസിൻ കൊടുക്കുന്ന രീതി എന്താണോ അതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ആധുനിക ലോകത്ത്, നമ്മുടെ മോഡേൺ വേൾഡില് അലോപ്പതിയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റം ഓഫ് മെഡിസിൻ. ആണോ? അലോപ്പതിയാണോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? അതെ, എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അലോപ്പതി മരുന്നുകളാണല്ലോ ഉപയോഗിക്കുന്നത്. ഓക്കെ. പക്ഷേ ഇന്ത്യയില് അലോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആയുർവേദിക്കും ഹോമിയോപ്പതിക്കും യുനാനിക്കും ഒക്കെ എന്താണ് ആളുകള് അത് പ്രിഫർ ചെയ്യുന്നുണ്ട്, ഇല്ലേ?
അല്ല, ഇംഗ്ലീഷ് മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടിയും കുറച്ച് ആളുകളെങ്കിലും എന്ത് പ്രിഫർ ചെയ്യുന്നുണ്ട്? ഹോമിയോപ്പതി കഴിക്കുന്നുണ്ട്, കുറച്ച് ആളുകൾ ആയുർവേദം കഴിക്കുന്നുണ്ട്, ഇനി ചില ആളുകളാണെങ്കിൽ യുനാനി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതിനനുസരിച്ച്, അതായത് മരുന്നുകളുടെ രീതി അനുസരിച്ച്, മരുന്ന് കൊടുക്കുന്ന രീതി അനുസരിച്ച് നമ്മൾക്ക് ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഹോമിയോ മരുന്ന് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ എന്നും, ആയുർവേദ മരുന്ന് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ ആയുർവേദ ഹോസ്പിറ്റൽ എന്നും, യുനാനി ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ യുനാനി ഹോസ്പിറ്റൽ എന്നും നമ്മൾ വിളിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ അലോപ്പതി ഹോസ്പിറ്റലിനേക്കാളും വളരെ കുറച്ച് എണ്ണം മാത്രം, അതായത് എണ്ണത്തിൽ കുറവാണെങ്കിൽ കൂടിയും, ഫ്യൂ നമ്പേഴ്സ് ആണെങ്കിൽ കൂടിയും ആളുകളുടെ ഇൻട്രസ്റ്റ് നാൾക്ക് നാൾ ഇതിൽ കൂടി വരുവാണ്. ശരിയല്ലേ പറയുന്നേ? ദീർഘനാള് നമ്മൾ എന്ത് ചെയ്യരുത്, ഇംഗ്ലീഷ് മരുന്നുകൾ എടുക്കരുത് അല്ലെ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. പക്ഷെ തുടർച്ചയായിട്ട് നമ്മളെ എന്തെങ്കിലും രോഗം അലട്ടിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഏറ്റവും സൈഡ് എഫക്ട് കുറഞ്ഞ മരുന്നുകളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള മരുന്നുകളാണ് ഹോമിയോ, ആയുർവേദ പോലുള്ള മരുന്നുകൾ. ഓക്കെ, അപ്പോ ഈ ഒരു രീതിയിൽ ഹോമിയോ മരുന്ന് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ ഹോമിയോ ഹോസ്പിറ്റൽ എന്നും, ആയുർവേദ മരുന്ന് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ ആയുർവേദ ഹോസ്പിറ്റൽ എന്നും, യുനാനി ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ യുനാനി ഹോസ്പിറ്റൽ എന്നും നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അടുത്തത് ലെങ്ത് ഓഫ് സ്റ്റേ ആണ് കേട്ടോ. അത് നിങ്ങളൊന്ന് റീഡ് ചെയ്തോളൂ. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തമ്പ് ചെയ്യുക. ഓക്കെ, ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലെങ്ത് ഓഫ് സ്റ്റേ താമസ ദൈർഘ്യമാണ് കേട്ടോ. കറക്റ്റ് മലയാളം മീനിങ് വരുന്നത് താമസത്തിന്റെ ദൈർഘ്യം. ഓക്കെ, on the basis of length of stay generally needed for a patient in a hospital can classified as long stay hospital and short stay hospital. അതായത് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളെ നമുക്ക് ലോങ് സ്റ്റേ ഹോസ്പിറ്റലുകൾ എന്നും ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലുകൾ എന്നും ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്താണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് നോക്കാം. Patients in short stay hospitals are required to be admitted for a relatively shorter period, such as 1 or 2 days up to 20 days.
most hospitals that we see in our locality are short stay hospital. അതായത് പേഷ്യൻസ് ഹോസ്പിറ്റലുകളില് വളരെ ഷോർട്ടർ ആയിട്ടുള്ള പീരീഡിലാണ് താമസിക്കുന്നതെങ്കിൽ, അതായത് ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ദിവസം, മാക്സിമം പോയാൽ 20 days, ഇത്തരത്തിലാണ് പേഷ്യൻസ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ, എങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്നത്? 1 അല്ലെങ്കിൽ 2 ദിവസം, മാക്സിമം അപ് ടു 20 days. ഈ 20 ദിവസം വരെ എന്ത് ചെയ്യാം? പേഷ്യൻസിന് എവിടെ താമസിക്കാം? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലിൽ താമസിക്കാം. അതായത് പേഷ്യൻസ് വളരെ കുറച്ച് കാലയളവ് മാത്രമാണ് എവിടെ സ്റ്റേ ചെയ്യുന്നത്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പേഷ്യൻസ് വളരെ കുറച്ച് കാലയളവില് ഒരു ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഹോസ്പിറ്റലുകളെയാണ് നമ്മൾക്ക് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് വിളിക്കാനായിട്ട് സാധിക്കാം. വളരെ ഷോർട്ട് പീരീഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമുക്ക് എന്തെങ്കിലും പനി വന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചുമ, അങ്ങനെയുള്ള എന്തെങ്കിലും, അതായത് നോർമൽ ആയിട്ട് വരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഡോക്ടറെ കണ്ടു, ഡോക്ടർ നമ്മളോട് അഡ്മിറ്റ് ആകാനായിട്ട് പറഞ്ഞു. മാക്സിമം പോയാൽ നമ്മൾ എത്ര ദിവസം ആ ഹോസ്പിറ്റലിൽ കിടക്കും? എത്ര ദിവസം കിടക്കും? അഡ്മിറ്റ് ആവും? ഒരു പനിയോ ചുമയോ ഒക്കെ വന്നു കഴിഞ്ഞാല് ഒന്നല്ലെങ്കിൽ 5 days അല്ലെങ്കിൽ 7 days അല്ലെ? ഇനി അത് മാറുന്നില്ലെങ്കിലാണ്, കുറച്ചുകൂടി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി ഒരു 10ഓ 15ഓ ദിവസമൊക്കെ കുറച്ച് നീളുക അല്ലെ? അപ്പോ ഇത്തരത്തില് പേഷ്യൻസ് വളരെ കുറച്ചു കാലം മാത്രം താമസിക്കുന്ന ഹോസ്പിറ്റലുകളെ നമുക്ക് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലില് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ? നമ്മള് സാധാരണ പേഷ്യൻസ് താമസിക്കുന്ന ഹോസ്പിറ്റലുകളാണെന്ത്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. പിന്നെ വേറൊരു സെന്റൻസും കൂടി കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് ഹോസ്പിറ്റൽസ് ദാറ്റ് വി സീ ഇൻ അവർ ലൊക്കാലിറ്റി ആർ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. നമ്മുടെ ചുറ്റിനും കാണുന്ന, നമ്മുടെ ലൊക്കാലിറ്റിയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലുകളാണ്. നിങ്ങളുടെ നാട്ടില്, നിങ്ങളുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റിയിലുള്ള ഹോസ്പിറ്റലുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് കൂടുതലായിട്ടും ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലുകളാണ് ഉണ്ടാവുക. അപ്പൊ എന്തായിരിക്കും ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് നമുക്ക് നോക്കാം. These hospitals offer care that generally requires its patients to stay for a long term, such as months or years in the hospital. Typically, such hospitals will be mental hospital, rehabilitation center, geriatric care centers, palliative care units. Due to long-term residential needs, these hospitals are built in such manner that gives it a feel of home-like environment rather than a hospital. അതായത് ഇത്തരത്തിലുള്ള ഈ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഇതൊരു ലോങ് ടേം യൂസിനായിട്ട് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലാണ്. ലോങ് ടേം യൂസ്, അതായത് പേഷ്യൻസ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ഷോർട്ട് പീരീഡ് അല്ല, മറിച്ച് ലോങ് ടൈം ആയിട്ടാണ്. ഇവിടെ ദിവസങ്ങളല്ല പേഷ്യൻസ് താമസിക്കുന്നത്, മറിച്ച് മാസങ്ങളും വർഷങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്? പേഷ്യൻസ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ താമസിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് പറയാവുന്നതാണ് മെന്റൽ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ റിഹാബിലിറ്റേഷൻ സെന്റർ, ജെറിയാട്രിക് കെയർ സെന്റർ, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്. ഇതൊക്കെ എന്താണ്? ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ പല സിനിമകൾ കണ്ടിട്ടില്ലേ? ലാലേട്ടന്റെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾ താളവട്ടം പോലുള്ള സിനിമകൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? താളവട്ടം കണ്ടിട്ടുണ്ട്. അവിടെ മെന്റൽ ഹോസ്പിറ്റലിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് അവിടെ കാണിക്കുന്നത് അല്ലെ? അവിടെ പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ദിവസങ്ങളല്ല താമസിക്കുന്നത്, മറിച്ച് മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടാണ് ആ പേഷ്യൻസ് അവിടെ സ്റ്റേബിൾ ആയി അല്ലെങ്കിൽ റിക്കവർ ആയി പോരുന്നത്. ചില ആളുകൾ റിക്കവർ ആകും, ചില ആളുകൾ അങ്ങനെ തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യും അല്ലെ? അപ്പോ മെന്റൽ ഹോസ്പിറ്റൽ എന്താണ്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ആണ്. അതുപോലെ തന്നെ റിഹാബിലിറ്റേഷൻ കെയർ സെന്റർ, നമുക്കറിയാം ഈ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അല്ലെ, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ നമ്മൾ റിഹാബിലിറ്റേഷൻ ചെയ്യില്ലേ, പുനരധിവസിപ്പിക്കില്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അധികം സിനിമകൾ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ജയസൂര്യയുടെ വെള്ളം എന്ന് പറയുന്ന മൂവി,
അതതിന് എക്സാമ്പിൾ ആണ്. പിന്നെ അതുപോലെ നമ്മുടെ പൃഥ്വിരാജിന്റെ പാവാട എന്ന് പറയുന്ന മൂവിയിലുണ്ട്, കാണിക്കുന്നുണ്ട് റീഹാബിലിറ്റേഷൻ സെന്റർ അല്ലെ. അപ്പോ അത്തരത്തിൽ അതായത് അവരെ ചിലപ്പോ മാസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ടായിരിക്കും ആ ഒരു ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ആളെ അതിൽ നിന്ന് പുനരധിവസിപ്പിക്കുന്നതിന് റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോ മാസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ടായിരിക്കും അയാളെ ചിലപ്പോ പഴയ രീതിയിലാക്കുക. അപ്പോ ആ സമയം അത്രയും എന്ത് ചെയ്യണം, ഈ ഹോസ്പിറ്റലിൽ ഇവരെ താമസിച്ചാൽ മാത്രമാണ് അവർക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോ ഈ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ നമുക്ക് ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ജെറിയാട്രിക് കെയർ സെന്ററും പാലിയേറ്റീവ് കെയർ സെന്ററും അല്ലെ. അതായത് വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങൾ പോലും കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അല്ലെ. അവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ജെറിയാട്രിക് കെയർ സെന്ററിൽ കൊണ്ടുവന്നാക്കാറുണ്ട് അല്ലെ. ഇല്ല, പാരന്റ്സ് മക്കളാക്കാറില്ലേ കൊണ്ടുപോയി? വയസ്സായി കഴിഞ്ഞാല് ഉണ്ടോ? റിപ്ലൈ ഇല്ലേ? ജെറിയാട്രിക് കെയർ സെന്ററിൽ ആക്കാറില്ലേ ചില ആളുകള്? പ്രായം കഴിഞ്ഞാൽ. അതുപോലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് ഉണ്ട് അല്ലെ. അതായത് കിടപ്പ് രോഗികളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ലോങ് ടേം യൂസിനാണ് അതൊക്കെ കേട്ടോ. കിടപ്പിലായിട്ടുള്ള രോഗികളെയൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെന്റേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് ഈ ഒരു ലോങ് സ്റ്റേ ഹോസ്പിറ്റലിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പിന്നെ ഇത് ലോങ് ടൈം ആയതുകൊണ്ട് തന്നെ ഇതില് ഒരു റെസിഡൻഷ്യൽ നീഡ്സ്, അതായത് നമുക്കൊരു ഹോം ലൈക്ക് എൻവയൺമെന്റ് ആണ് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് തരിക. അതായത് നമ്മളിപ്പോ സാധാ ഒരു ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് നമുക്കറിയാം, നമ്മൾ 5, 7, 10 ദിവസം അവിടെ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കാം. നമ്മളൊരു വാർഡിലാണ് അഡ്മിറ്റ് ആവുന്നതെങ്കിൽ, അല്ലെങ്കിൽ വാർഡിലാണ് അഡ്മിറ്റ് ആവുന്നത് കരുതുക. അപ്പൊ നമ്മുടെ ചുറ്റിലും ഉള്ള ആളുകളുണ്ട്, അതായത് നമ്മുടെ തൊട്ടടുത്തായിട്ട് ബെഡില് കിടക്കുന്ന മറ്റു പേഷ്യൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അവരുമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ സംസാരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ബെഡിനടുത്ത് കിടക്കുന്ന പേഷ്യൻസിനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? വീട് എവിടെയാണ്, എന്ത് പറ്റി അല്ലെ, പേരെന്താണ്, എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും അല്ലെ. അപ്പോ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും. അപ്പൊ ആ ഒരു സമയം, അതായത് നമ്മൾ എത്ര ദിവസമാണോ അവിടെ അഡ്മിറ്റ് ആകുന്നത് അത്രയും ദിവസം അവരുമായിട്ട് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അത് കഴിഞ്ഞ് അവരും പോയി നമ്മളും പോയി. പിന്നെ നമ്മൾ അവരെ കാണോ? ചിലപ്പോ കാണുമായിരിക്കും, പക്ഷെ അവരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? കോണ്ടാക്ട് ചെയ്യോ? ഉണ്ടോ ഇല്ലയോ? കോണ്ടാക്ട് ചെയ്യില്ല. ഇല്ല, കോണ്ടാക്ട് ചെയ്യില്ല. കാരണം ആ ഒരു സമയത്ത് കാണുന്ന അടുപ്പം മാത്രമാണ്. പക്ഷേ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ അങ്ങനെയല്ല. ഇതൊരു ഹോം ലൈക്ക് എൻവയൺമെന്റ് ആണ് നമുക്ക് തരുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു 2-3 സിനിമകളുടെ പേര് പറഞ്ഞു അല്ലെ. ആ സിനിമയിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് അവിടെയുള്ള അഭിനയമാണെങ്കിൽ പോലും അവിടെയുള്ള ആളുകൾ തമ്മിൽ പരസ്പരം എന്തുണ്ട്, ഒരു കോണ്ടാക്ട് ഉണ്ട്, പരസ്പരം ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു മനോബന്ധം എന്ത് ചെയ്യുന്നുണ്ട്, അവര് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ഹോം ലൈക്ക് എൻവയൺമെന്റ് തരുന്ന ഹോസ്പിറ്റൽ കൂടിയാണെന്ത്, ഈ ഒരു ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ലാസ്റ്റ് വൺ അബ്രീവിയേഷൻസ് ആണ്. കുറച്ച് അബ്രീവിയേഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. PHSC എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ FHSC കൊടുത്തിട്ടുണ്ട്, CPHSC. PHSC എന്ന് പറഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. FHSC എന്ന് പറഞ്ഞാൽ ഫാമിലി ഹെൽത്ത് സെന്റർ ആണ്. CPHSC എന്ന് പറഞ്ഞാൽ കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ ആണ്. പിന്നെ അതുപോലെ തന്നെ SWAAD, സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ്. ഓക്കെ, പിന്നെ COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ആശ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ്. ഇമ്പോർട്ടന്റ് ചിലപ്പോ ചോദിക്കാം, നോക്കി വെച്ചാൽ മതി. AWW, അംഗൻവാടി വർക്കർ. WHSNC, വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ന്യൂട്രീഷൻ കമ്മിറ്റി. ഓക്കെ, അപ്പോ എന്താ പറയാ, ആശാവർക്കറിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ് അല്ലെ. വരാറുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ആശാവർക്കർ? വരാറുണ്ടോ? ഉണ്ട്. ഓക്കെ,
അപ്പൊ ഈ ചാപ്റ്റർ നമ്മുടെ ഫിനിഷ് ചെയ്തു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? ഓക്കെ ആണോ? എളുപ്പമല്ലേ? ഓക്കെ. അപ്പൊ നല്ല രീതിയിൽ വായിക്കുക കേട്ടോ. അന്നന്ന് എടുക്കുന്ന കാര്യങ്ങള് അന്നന്ന് തന്നെ വായിച്ചു പോവുക. ഓക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മൾ റിവിഷൻ ഒക്കെ എടുക്കും എക്സാമിനോടനുബന്ധിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് മതിയില്ലേ? ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. കാണുന്നുണ്ടോ? പേജ് നമ്പർ 23. ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. എല്ലാവരും തന്നെ ഫസ്റ്റ് പേജ് റീഡ് ചെയ്യൂ. ഓക്കെ. അപ്പൊ ചാപ്റ്റർ 6 ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? ഹോസ്പിറ്റലിലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ, മെസ്സേജ് ചെയ്തേ. എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? വന്നു പോകുന്നതാണ് അല്ലേ? കൺസൾട്ടേഷൻ, ജസ്റ്റ് കം ടു കൺസൾട്ടേഷൻ. കൺസൾട്ടേഷന് വേണ്ടി വരുന്നതാണ് അല്ലെ? അഡ്മിറ്റ് ആകാത്ത പേഷ്യൻസ്. ഓക്കെ. അപ്പൊ ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും 2 വിഭാഗമുണ്ട്. ഒന്ന് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും മറ്റൊന്ന് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമാണ് അല്ലെ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് രോഗി വരുന്നു, പേഷ്യന്റ് വരുന്നു, ഡോക്ടറെ കാണുന്നു, കൺസൾട്ട് ചെയ്യുന്നു, മരുന്ന് വാങ്ങുന്നു, തിരിച്ചു പോകുന്നു. ഇതാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്നാൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗി വരുന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടർ ആവശ്യമെങ്കിൽ രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്നു, പിന്നീട് വാർഡിലേക്ക് മാറ്റുന്നു. അപ്പോ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് പിന്നീട് ആ രോഗിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്.
ഓക്കെ, അപ്പൊ രണ്ട് തരത്തിൽ എന്തുണ്ട് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഒന്ന് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, മറ്റൊന്ന് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം അല്ലെ. Introduction. OPD means outpatient department where patients come to the hospital to consult their health issues with the doctors to start the treatment. OPD services are medical care provided on an outpatient basis that includes diagnosis, observation, consultation, treatment, intervention and rehabilitation services. OPD എന്ന് പറയുന്നത്, OPDയുടെ മീനിങ് എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. ഇവിടെ പേഷ്യൻസ് വരികയും അവര് അവരുടെ കൺസൾട്ടന്റ് അഥവാ ഡോക്ടറെ കാണുകയും ഡോക്ടറുമായി എന്താണോ പേഷ്യന്റിന്റെ ഹെൽത്ത് ഇഷ്യൂ അത് ഡിസ്കസ് ചെയ്യുകയും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താണ് OPDയുടെ ഒരു പ്രോസസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. പേഷ്യൻസ് വരുന്നു ഹോസ്പിറ്റലില്, അത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഡോക്ടറെ കാണുന്നു, ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി OPD സർവീസസ് എന്ന് പറയുന്നത് മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുവാണ്. എന്തിന്റെ ബേസില്? ഔട്ട് പേഷ്യന്റ് ബേസിസില്. അതായത് പുറത്തുനിന്ന് വരുന്ന രോഗികളെ കൺസൾട്ട് ചെയ്യുന്നു, അവരെ പറഞ്ഞയക്കുന്നു. ഇതാണ് എന്ത് ഔട്ട് പേഷ്യന്റ് ബേസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ചികിത്സ നൽകുന്ന ഒരു വിഭാഗമാണെന്ത് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഇനി ഈ ഔട്ട് പേഷ്യന്റ് സർവീസില് മെഡിക്കൽ കെയർ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലെ, ഇപ്പൊ ഏത് രോഗികൾക്കാണെങ്കിലും എന്ത് കൊടുക്കുന്നുണ്ട്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് മെഡിക്കൽ കെയർ കൊടുക്കും. ഇനി മെഡിക്കൽ കെയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്നതാണ് ഡയഗ്നോസിസ്. അതായത് രോഗിയുടെ രോഗനിർണയം നടത്തുന്നു. രോഗി വന്നു കഴിഞ്ഞാല്, അതായത് രോഗം എന്തെന്നറിയാതെ നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഡയഗ്നോസിസ് അഥവാ രോഗനിർണയം, രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പൊ അത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? രോഗനിർണയം നടത്തുന്നത്. അതായത് എന്തെങ്കിലും ടെസ്റ്റുകളിലൂടെയോ എക്സ്റേയിലൂടെയോ MRIയിലൂടെയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് OPDയിലാണ് നടത്തുന്നത്. അതിനുശേഷം ഒബ്സർവേഷൻ ചെയ്യുന്നു, അതായത് രോഗിയെ നിരീക്ഷിക്കുന്നു. രോഗി എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കൺസൾട്ടേഷൻ, അതായത് ഡോക്ടറുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. പിന്നീട് ട്രീറ്റ്മെന്റ്, അതായത് രോഗം കണ്ടുപിടിച്ചതിന് ശേഷം രോഗിയുടെ സിംറ്റംസ് ഒക്കെ അറിഞ്ഞ് രോഗകാരണം എന്താണെന്ന് അറിഞ്ഞ് അത് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഇന്റർവെൻഷൻ, ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ നടപടികൾ എന്നാണ് കേട്ടോ. അതായത് ഏതെങ്കിലും രോഗത്തിന്റെ പേരില് എന്തെങ്കിലും, അതായത് പെട്ടെന്ന് തന്നെ ചികിത്സ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇന്റർവെൻഷൻ. Then last one rehabilitation services ആണ്. rehabilitation services എന്ന് പറയുമ്പോൾ പുനരധിവാസമാണ്. അതായത് നമുക്കറിയാം ഓരോ പേഷ്യന്റും OPDയിലേക്ക് വരുന്നത് വളരെ വീക്കായിട്ടായിരിക്കാം. ചിലപ്പോൾ ഒരു ഫിസിക്കലി വീക്കായിരിക്കാം, മെന്റലി ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനിലൂടെ ആയിരിക്കാം അവർ പോകുന്നത് അല്ലെ. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി മാത്രമാണോ വീക്ക് ആവുന്നേ? ആണോ? ഫിസിക്കലി മാത്രമാണോ നമ്മൾ വീക്ക് ആവുന്നേ? പറയൂ. അല്ല, മെന്റലി നമ്മൾ വീക്ക് ആവില്ലേ? നമ്മൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകും അല്ലെ, എക്സൈറ്റ്മെന്റ് ഉണ്ടാകും, ആൻസൈറ്റി ഉണ്ടാകും. നമ്മൾക്ക് എന്താണ് രോഗം, എനിക്ക് എന്ത് രോഗമാണോ ദൈവമേ പിടിപെട്ടത്, ഞാനിപ്പോ മരിച്ചു പോകുമോ എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും നമ്മൾക്ക് വരിക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ്, അതായത് മെന്റലി ഫിസിക്കലി വീക്ക് ആയിട്ടാണ് ആര് വരുന്നത്? ഓരോ പേഷ്യൻസും ആശുപത്രിയിലേക്ക് വരുന്നത്. ഒരിക്കലും ഒരു പേഷ്യന്റും സന്തോഷത്തോടു കൂടി എങ്ങോട്ട് വരില്ല. എങ്ങോട്ട് വരില്ല? ഹോസ്പിറ്റലിലേക്ക് വരുവായിരിക്കും സന്തോഷത്തോടു കൂടി വരാറുണ്ടോ?
കുഞ്ഞ് ജനിക്കുമ്പോ വരാറുണ്ട് അല്ലെ, ബേബീസ് ഉണ്ടാകുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ, അവരെ കാണാനായിട്ട് പോകും. പക്ഷെ അല്ലാതെ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സ്ഥലമാണത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ, നമുക്കത് ഇഷ്ടമല്ല നമ്മൾക്ക് പോകുന്നത് അല്ലെ. അപ്പോ ഇത്തരത്തില് മെന്റലി ഫിസിക്കലി ഒക്കെ വീക്ക് ആയിട്ട് വരുന്ന പേഷ്യൻസിനെ റിഹാബിലിറ്റ് ചെയ്യുന്നു, അതായത് അവരെ മാനസികമായും ശാരീരികമായും അവരെ സ്റ്റേബിൾ ആക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്? ഹോസ്പിറ്റലിന്റേതാണ്. നമ്മൾ ഫിസിക്കലി നമ്മൾ സ്റ്റേബിൾ ആകുമ്പോൾ തന്നെ നമ്മൾക്ക് മെന്റൽ കണ്ടീഷൻ നമ്മുടെ ഓക്കെ ആവും അല്ലെ. നമുക്ക് രോഗം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി നമ്മൾ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാല് നമുക്ക് പിന്നെ മെന്റലി നമ്മൾ ഓക്കെ ആയിട്ട് വരും. അപ്പോ അതിനുള്ള സൗകര്യം ആരാ ചെയ്തു തരുന്നത്? ഹോസ്പിറ്റലാണ്. കാരണം ട്രീറ്റ്മെന്റിലൂടെ നമ്മൾക്ക് ഉണ്ടാകുന്ന രോഗത്തെ അവർ ചികിത്സിക്കുന്നു, മരുന്നുകളിലൂടെയും ഇഞ്ചക്ഷനുകളിലൂടെയും തെറാപ്പിയിലൂടെയും വേണമെങ്കിൽ സർജറിയിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്, അവര് നമ്മളെ ട്രീറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ അസുഖത്തെ മാറ്റുന്നത് ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ നമ്മുടെ അസുഖത്തെ മാറ്റുന്നതോടൊപ്പം തന്നെ നമ്മളെ മെന്റലി എന്ത് ചെയ്യുന്നു, സ്റ്റേബിൾ ആക്കുകയും കൂടി ചെയ്യുന്നു. ദാറ്റ് ഈസ് റിഹാബിലിറ്റേഷൻ സർവീസസ്. ഓക്കെ, അപ്പൊ ഇത്രയും അധികം കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്? ഹോസ്പിറ്റല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഡയഗ്നോസിസ് പറഞ്ഞു, ഒബ്സർവേഷൻ പറഞ്ഞു, കൺസൾട്ടേഷൻ പറഞ്ഞു, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റിഹാബിലിറ്റേഷൻ സർവീസസ്. അപ്പൊ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ OPD-യുമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് കണക്ട് ആയിരിക്കുന്നത്. ക്ലിയർ ആണോ? ഈ വായിച്ചേക്കിട്ടില്ല എവിടെന്ന്? ഓക്കെയാണ്. ഇനി അതിന്റെ ഓരോന്നിന്റെയും എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ സർവീസ് ആണ്, എന്തൊക്കെ മെഡിക്കൽ കെയർ ആണ് കൊടുക്കുന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ആണ്. ഡയഗ്നോസിസ് മീൻസ് എന്താ? രോഗനിർണയം. രോഗനിർണയമാണ് ഡയഗ്നോസിസ്. ഓക്കെ, അപ്പൊ the identification of the nature of an illness or other problem by examination of symptoms. ലക്ഷണങ്ങൾ പരിശോധിച്ച് രോഗം എന്താണെന്ന് കണ്ടെത്തുന്നു. ദാറ്റ് ഈസ് ഡയഗ്നോസിസ്. അപ്പോ ഡോക്ടറെ അടുത്ത് രോഗി വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ ടെസ്റ്റുകൾക്കൊന്നും എഴുതില്ല അല്ലെ ഡോക്ടർ? ആദ്യമേ തന്നെ ടെസ്റ്റുകൾ എല്ലാം ചെയ്യാൻ പറയോ? ഒരു രോഗി ഡോക്ടറെ അടുത്ത് വന്നിരിക്കുവാണ്, അപ്പൊ തന്നെ പറയൂ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്? ഇല്ല, പറയില്ല അല്ലെ. ആദ്യം എന്ത് ചെയ്യും? മെഡിക്കൽ കണ്ടീഷൻ പറയും, എന്താണ് ആ രോഗിയുടെ പ്രശ്നം എന്ന് ചോദിക്കും അല്ലെ. അതിനുശേഷം എന്തൊക്കെ സിംറ്റംസ്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉള്ളതെന്ന് രോഗി പറയും. അതിന്റെ അടിസ്ഥാനത്തില് ഡോക്ടർ എന്ത് ചെയ്യും? പരിശോധിക്കും. അപ്പോ ലക്ഷണങ്ങൾ പരിശോധിച്ച് രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണെന്ത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ലക്ഷണങ്ങൾ പരിശോധിച്ച് അഥവാ സിംറ്റംസ് ചെക്ക് ചെയ്ത് രോഗം എന്താണെന്ന് കണ്ടെത്തുന്നു. ദാറ്റ് ഈസ് ഡയഗ്നോസിസ്. Then second one observation ആണ്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നിരീക്ഷണമാണ് കേട്ടോ. നിരീക്ഷണം. ഓക്കെ, ഇവിടെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് പേഷ്യന്റിനെ. എങ്ങനെയാണ്? ദ ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിങ് സംവൺ. എങ്ങനെയാ? രോഗിയെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നു. ഇപ്പോ പേഷ്യന്റ് ഡോക്ടറെ അടുത്ത് വന്നു, സിംറ്റംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡോക്ടർ പരിശോധിച്ചു. വേണമെങ്കിൽ എന്ത് ചെയ്യാം? പേഷ്യന്റിനെ നേരെ ബെഡിൽ ഒന്ന് കിടത്താം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാം? വളരെ ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യാം? മോണിറ്റർ ചെയ്യാം. വേണമെങ്കിൽ വൈറ്റൽസ് ചെക്ക് ചെയ്യാം അല്ലെ, BP ചെക്ക് ചെയ്യാം, അതുപോലെ പൾസ് റേറ്റ് നോക്കാം. അങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട്. അപ്പോ വൈറ്റൽസ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്ത് അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് OPD-യിലാണ്. Okay, that is observation. Then third one, consultation ആണ്. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടറുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് അല്ലെ. A meeting with an expert medical officer in order to seek advice. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നേ? അതായത്
ഡോക്ടറുമായിട്ട് ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച നടത്തി വേണ്ട രീതിയിലുള്ള അഡ്വൈസ് എടുക്കുന്നു. അതായത് ഡോക്ടറെ കണ്ട് സംസാരിച്ച് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. ദാറ്റ് ഈസ് കൺസൾട്ടേഷൻ. ഒരു രോഗി വരുമ്പോൾ രോഗിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അത് കേട്ടിട്ട് ഡോക്ടർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും അല്ലെ. ആ രോഗത്തെ കുറിച്ചാവാം പറയുന്നത്, ആ രോഗത്തിന്റെ കണ്ടീഷനെ കുറിച്ചിട്ടാകാം, എത്ര കാലം മരുന്ന് കഴിക്കണം, എന്ത് മരുന്നാണ് കഴിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഡോക്ടർക്ക് പറയാനുണ്ടാകാം. അപ്പൊ ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങളെ അതേപടി സ്വീകരിക്കലാണത് ഈ ഒരു കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ മെഡിക്കൽ കെയർ ഗിവൺ ടു എ പേഷ്യന്റ് ഫോർ ആൻ ഇൽനെസ് ഓർ ഇഞ്ചറി. അതായത് ഒരു എന്താ പറയാ, ഒരു പരിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം, ഇതിന് കൊടുക്കുന്ന മെഡിക്കൽ കെയർ ആണ് എന്ത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു രോഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിക്കിനോ വേണ്ടിയിട്ട് ചികിത്സ കൊടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് ട്രീറ്റ്മെന്റ്. രോഗി വരുന്നത് ചിലപ്പോ എന്തെങ്കിലും ഒരു രോഗവുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചറി പരിക്കുമായിട്ടായിരിക്കാം. എന്താണോ രോഗം, എന്താണോ പരിക്ക്, അതിനനുസരിച്ചിട്ടുള്ള മെഡിക്കൽ കെയർ എന്ത് ചെയ്യുന്നു, രോഗിക്ക് കൊടുക്കുന്നു. അതിനെയാണ് ചികിത്സ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്റർവെൻഷൻ. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടപടി കേട്ടോ. നടപടിയാണ് എന്ത് ഇന്റർവെൻഷൻ. ആക്ഷൻ ടേക്കൺ ടു ഇംപ്രൂവ് എ ഡിസോർഡർ. അതായത് രോഗാവസ്ഥ, രോഗിയുടെ രോഗാവസ്ഥ മെച്ചപ്പെടുത്തുന്ന, അതിനെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ചികിത്സകളെയാണ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ എന്താണോ ആ രോഗാവസ്ഥ എത്രയും പെട്ടെന്ന് റിക്കവർ ആകുന്നതിന് വേണ്ടിയിട്ട് സഡൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, ആക്ഷൻസ് എടുക്കുന്നു. ചിലപ്പോൾ സഡൻ ട്രീറ്റ്മെന്റ് ചെയ്യാം, സഡൻ സർജറി ചെയ്യാം. അപ്പൊ എത്രയും പെട്ടെന്ന് അതിന്മേലുള്ള നടപടി എടുക്കുന്നതാണ് എന്ത് ഇന്റർവെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, then next and last one, rehabilitation. The action of restoring someone to health or normal life through training and therapy after illness. എന്താ ഇവിടെ പറയുന്നേ? അതായത് ഒരു വ്യക്തിയെ സാധാരണ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് നോർമൽ ഇതിലേക്ക്, അതായത് നോർമൽ ആയിട്ട് അവരെ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു, പ്രോപ്പർ ആയിട്ടുള്ള തെറാപ്പികൾ കൊടുക്കുന്നു. അതായത് രോഗത്തിന് ശേഷം പരിക്കേറ്റ വ്യക്തിയെ രോഗത്തിന് ശേഷം ട്രെയിനിങ്ങുകളും അതുപോലെ തെറാപ്പിയും വഴി സാധാരണ ജീവിതത്തിലേക്ക് രോഗിയെ തിരിച്ചു കൊണ്ടുവരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുള്ള ആളുകൾ ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം, മെന്റലി എന്താണ് ഭയങ്കര ഡിസ്റ്റർബഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ കൗൺസിലിങ്ങിലൂടെയോ അല്ലെങ്കിൽ പല വിധത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയോ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് അവരെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം എന്ന് ഇത്രയും എടുത്താൽ മതി. ഓക്കെ, മൈക്ക് ഓൺ ചെയ്യാം. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. OPD-യെ പറ്റിയോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ നേരത്തെ ഇടുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിന്റെ ലാസ്റ്റ് പാർട്ടിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്, തുറന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ.
മാം ഞാൻ നമ്പർ ഇട്ടിരുന്നു, കിട്ടിയിരുന്നോ ചോദിച്ചേരെ. എന്താണ്? PDF ഫയലിന്റെ ആ നമ്പർ വേണമെന്ന് പറഞ്ഞില്ല, അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ആരായിരുന്നു ചോദിച്ചത്? സലീന എന്ന് പറയുന്ന സലീന. സലീന നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ടീച്ചറെ ഹലോ, ആരാണത്? ആരാ സംസാരിക്കുന്നേ? ആണോ സീന? ആ മോളാണ് മോളുടെ പേരെന്താ? കെൻസ. എത്ര വയസ്സായി? 4 വയസ്സായി. 4 വയസ്സായി അല്ലേ? ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോ അമ്മാന്റെ ടീച്ചറാണോ ചോദിക്കണേ. അതെല്ലേ? ഓക്കെ ഓക്കെ. ശരി, മനസ്സിലാവണൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഡൗട്ട് പറഞ്ഞോളൂ സീന. എല്ലാ ടീച്ചർമാരും ഒരേ മുടിയുള്ള തന്നെയാണോ ക്ലാസ് എടുക്കണത്? എനിക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചോദിക്കണം പറഞ്ഞിട്ട്. അതായത് 4 മൊഡ്യൂൾസ് ഉണ്ടല്ലോ, അപ്പൊ ഒരു മൊഡ്യൂളിൽ തന്നെ എല്ലാ ടീച്ചർമാരും എടുക്കുന്നുണ്ടല്ലോ, ഓരോരോ സബ്ജക്റ്റ് ആയിട്ടല്ലേ എടുക്കുന്നത്? അതെ, ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും ആണ് ആദ്യം എടുക്കുക. അത് ആ ആ കഴിഞ്ഞ് എക്സാം ഉണ്ടാകും. അതിനുശേഷമാണ് തേർഡും ഫോറും എടുക്കുക. അപ്പൊ ഓരോ ഓ, മൊഡ്യൂളിൽ നിന്നും ഓരോ ചാപ്റ്റർ ഓരോ ടീച്ചേഴ്സ് വെച്ചിട്ട് എടുക്കും കേട്ടോ. ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറയുമല്ലോ അല്ലെ എക്സാമിന് വരുന്നതൊക്കെ? അതെ അതെ, എക്സാമിന് വരുന്നത് റിവിഷൻ തരുന്ന സമയത്ത് പറയും കേട്ടോ. ആ അതിനെ ശരി, കുറിച്ച് ഓർക്കും അറിയാവുണ്ട് കേട്ടോ. ഓക്കെ. ഓക്കെ. ഈ ഫസ്റ്റിന്റെ സെക്കൻഡിന്റെ മൊഡ്യൂൾ എക്സാം എപ്പോഴായിരിക്കും വരിക? അത് നോർമലി ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് വരിക. നമുക്ക് 6 മാസമാണല്ലോ, 3 മാസത്തിന്റെ ഇടയ്ക്ക് ഉണ്ടാവും എക്സാം, ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെ കേട്ടോ. അങ്ങനെയായിരിക്കും. എല്ലാവർക്കും ക്ലാസ് റൂമിൽ ആപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മിസ്? ഒന്ന് ചോദിക്കാവോ? മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇല്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നല്ലോണം ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്ലിയർ ആണ്. ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഓപ്പൺ ആവുന്നില്ല, അതാ ഞാൻ ചോദിച്ചേ. അതെ അല്ലേ? അതിന് ബേസ് ക്ലിയർ ആവുന്നില്ല. ഒരാള് പറയൂ അനു പറയൂ, എന്താണ്? അതിനകത്ത് കേറുമ്പോ ഓപ്പൺ ആവുമ്പോ കുറച്ച് വെയിറ്റ് ചെയ്യണം, അത് കഴിയുമ്പോഴേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുത്തോളൂ. ഓപ്പൺ ആവുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് മെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിയുമ്പോൾ നോ കുക്കീസ് അങ്ങനെ എന്തോ കാണിക്കുന്നത്. ഞാൻ ആ ബിന്ദു മേഡത്തിന് അയച്ചു കൊടുത്തായിരുന്നു. അപ്പൊ മെയിൽ ഐ ഡി മാറി കയറാൻ പറഞ്ഞു, പക്ഷെ മെയിൽ ഐ ഡി മാറി കയറിയിട്ടും എനിക്ക് ആ അവസ്ഥ തന്നെയാണ്. ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കൂ അവരുടെ അടുത്ത് കേട്ടോ. എന്നിട്ട് വ്യത്യാസം ഇല്ലെങ്കിൽ എന്താണ് ഞാൻ എവിടെ അടിക്കട്ടെ മാറി. മിസ്, പിന്നെ ഒരു ഡൗട്ട്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് എക്സാമിന് ഈ ഇതിന്റെ മാർക്ക് ബേസ് ആയിട്ട് വരുമോ? ഇതിന്റെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നുണ്ടല്ലോ, അത് നമുക്ക് മാർക്കായിട്ട് നമുക്ക് വരുമോ ചോദിക്കാം, എക്സാമിന്റെ ഒക്കെ ആയിട്ട്? എക്സാമിന്റെ സമയത്ത് മാർക്കായിട്ട് വരുമെന്നോ? ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നുണ്ടല്ലോ 5 മാർക്ക് അല്ലേ? ഇല്ല. അത് നിങ്ങളുടെ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യില്ല, അതിന്റെ മാർക്കാണ് ഉണ്ടാവുക കേട്ടോ. അല്ലാതെ ഇല്ല, ഇത് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളെ പരിശീലിപ്പിക്കുന്നതാണ്. എക്സാമിന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. മോക്ക് ടെസ്റ്റ് തരുന്നത് പിന്നെ നമ്മൾ പഠിച്ചു പോവുകയും ചെയ്യുമല്ലോ അത്. എക്സാം ഏത് ആപ്പിലായിരിക്കും? ക്ലാസ് റൂം ആപ്പിൽ തന്നെയാണോ അതോ എങ്ങനെയായിരിക്കും? എക്സാം നിങ്ങൾക്ക് പറയും, ലിങ്ക് ഒക്കെ തരും, അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. അത് ആ സമയമാകുമ്പോ പറയാം എന്തായാലും കേട്ടോ. ഓക്കെ. എക്സാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എക്സാം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നമ്മുടെ മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ ഞാൻ. എന്താ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇനി നമുക്ക് വെള്ളിയാഴ്ച കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അടുത്ത കൊല്ലം കാണാം. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറ കുട്ടി. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഭയങ്കര പ്രിയമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.
ഹാപ്പി ന്യൂ ഇയർ.